മോനെ പൊടിയ ഒരല്പം ബേസ് സംഗീത. ഓക്കെ, പ്രിയ കലാസ്നേഹികളെ, ഇനി ഏത് നിമിഷവും ഞങ്ങൾ നാടകം ആരംഭിക്കും. അതിനു മുൻപ് ഈ സ്റ്റേജിൽ നിന്നും അടിച്ചു മാറ്റിയ ബെല്ല് ദയവ് ചെയ്ത് ഞങ്ങളെ തിരിച്ചേൽപ്പിക്കുക. മറ്റൊരു സന്തോഷ വാർത്ത, പോയ വർഷത്തിൽ ഞങ്ങളുടെ ഈ നാടകത്തിന് 4 അവാർഡുകൾ കിട്ടുകയുണ്ടായി. അതിൽ 1-ാം വാർഡിൽ ഞങ്ങളുടെ ഏറ്റവും നല്ല നടൻ തങ്കപ്പൻ തലക്കേറുകൊണ്ട് തളർന്നു കിടക്കുന്നു. 2-ാം വാർഡിൽ ഞങ്ങളുടെ ഏറ്റവും നല്ല നടി തങ്കമ്മ ക്രൂരമായ പീഡനമേറ്റ് പ്രസവ വാർഡിൽ കഴിയുന്നു. 3-ാമത്തെ വാർഡിൽ ഞങ്ങളുടെ പ്രിയങ്കരനായ ഡയറക്ടർ നാട്ടുകാരുടെ തന്തയ്ക്ക് വിളി കേട്ട് തലയ്ക്ക് വെളിവില്ലാതെ തളർന്നു കിടക്കുന്നു. 4-ാമത്തെ വാർഡ് കയ്യിലിരുന്ന കാശ് മുടക്കി ഈ നാടകമെടുത്ത ഞങ്ങളുടെ പ്രിയപ്പെട്ട നിർമ്മാതാവ് ചട്ടിയും കയ്യിലേന്തി ഈ പറമ്പിലൂടെ എവിടെയോ അലഞ്ഞു തിരിഞ്ഞു നടക്കുന്നു. അതുകൊണ്ട് തന്നെ അടുത്ത മരണമണി മുഴക്കിക്കൊണ്ട് ഞങ്ങൾ ആരംഭിക്കട്ടെ. ഇന്നില്ല അണ്ണാച്ചി, നാളെ വാ. അമ്മേ മഹാമായേ കാത്തുകൊള്ളണമേ. പതിവ് തെറ്റിക്കാതെ വീണ്ടും ആ ദിവസം വന്നെത്തിയിരിക്കുന്നു. സുഭദ്രേ, സുഭദ്രേ, ദാ വരുന്നു. കിടന്നു കൂവണ്ട. എന്താ മുഖത്ത് പതിവില്ലാത്തൊരു സന്തോഷം? പറയാം. മാസപ്പിരിവുകാരും ആഴ്ചപ്പിരിവുകാരും സമയം തെറ്റാതെ എത്തുന്ന ആദ്യത്തെ ഞായറാഴ്ചയാണെന്ന്. ഈശ്വര, മാസപ്പിരിവുകാരെ എങ്ങനെയും പറഞ്ഞു നിർത്താം. പക്ഷേ മലയാളം അറിയാത്ത അണ്ണാച്ചിമാരെ ഞാൻ എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കും? അതൊക്കെ പോട്ടെ. ബൈ ദ വൈ, ഇന്നലെ പറമ്പിൽ നിന്ന് തേങ്ങ വെട്ടിയല്ലേ? വെട്ടി. എത്രയുണ്ടായിരുന്നു? 502. മുഖത്ത് നോക്കി സത്യം വിളിച്ച് പറയുന്നു മൂദേവി. സത്യം 502. എന്നിട്ട് അതവിടെ 2 എണ്ണം നമുക്ക് തന്നു. ബാക്കി അതിന്റെ ഉടമസ്ഥൻ കൊണ്ടുപോയി. ഇന്നും മുളകരച്ചതോ? ആ സുഭദ്രേ, നിന്നോട് ഞാൻ ഒരു കാര്യം പറഞ്ഞാൽ അതിനെതിരൊന്നും പറയരുത്. കേൾക്കട്ടെ. ഞാൻ നമ്മുടെ മകളെ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചു. അതല്ല, വിവാഹം കഴിച്ച് അയക്കുവാൻ തീരുമാനിച്ചു. ആരാ വരൻ? ആര് വരാൻ? വിളിക്കുന്നവരൊക്കെ വരും. അതല്ല, വരൻ ആരാണെന്ന്. അതൊക്കെ പിന്നെ പറയാം. വല്ലാത്ത വിശപ്പ്. നീ പോയി കഞ്ഞി വിളമ്പി വെക്ക്. ഞാൻ പുറത്തു പോയി വല്ലതും കഴിച്ചിട്ട് വരാം. പിന്നെ മറ്റൊരു കാര്യം, നല്ലൊരു ആലോചന വന്നിട്ടുണ്ട്. അരുത് ചേട്ടാ, അരുത്. നിങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ മറ്റൊരു വിവാഹത്തിന് എന്നെ നിർബന്ധിക്കരുത്, പ്ലീസ്. നമ്മുടെ മകളുടെ കാര്യം പറഞ്ഞത്. ആരോ വരുന്നുണ്ട്. നീ വേഗം ചെന്ന് ചായയുമായിട്ട് വാ. നമസ്കാരം. അല്ല, ഇതാരും ബ്രോക്കറോ? ബ്രോക്കറുടെ കാര്യം ഞാൻ ഇപ്പൊ അങ്ങോട്ട് മനസ്സിൽ വിചാരിച്ചതേ ഉള്ളൂ. അപ്പോഴേക്കും കയറി വന്നോളും. നാശം. ദാ ചായ കുടിക്ക്. ആഹാ, നല്ല ചായ. ഇതെന്ത് പാലാ? പശുവും പാലാണോ? അല്ല, മിൽക്കാനയുടേതാ. ദൈവമേ, ആനപ്പാല് ഉറങ്ങിയോ? ആ കറവക്കാരനെ സമ്മതിച്ചു കൊടുക്കണം. പറഞ്ഞ കാര്യം എന്തായി? എന്റെ മകൾക്ക് പറ്റിയ നല്ല ബന്ധമെല്ലാം തരപ്പെട്ടോ? നല്ലൊരു ബന്ധമുണ്ട്. പക്ഷേ സ്ത്രീധനമായി നിങ്ങൾ എന്തു കുന്തം കൊടുക്കും? ഈ അവസ്ഥയിൽ ഞങ്ങൾ എന്തു ചെയ്യാനാ? 20 ലക്ഷവും മാരുതി കാറും ഞാൻ തരും. ഈശ്വര, എന്റെ പ്രാർത്ഥന കേട്ടു. എന്റെ പൊന്നാങ്ങളയുടെ ശബ്ദമല്ലേ ഇത്? കേരള ആലപ്പുഴ ലോട്ടറി ടിക്കറ്റ് 20 ലക്ഷം മാരുതി കാറുമാണ് ഒന്നാം സമ്മാനം. നല്ല ആങ്ങള, അവന് കൊടുത്തത് പോരാ. ഈ ചെറുക്കൻ എങ്ങനെയുണ്ടെന്ന് നോക്കിക്കേ. കൊള്ളാം, നല്ല പയ്യൻ, എനിക്കിഷ്ടപ്പെട്ടു. നോക്കട്ടെ, നമ്മുടെ മകൾക്ക് ചേരുന്ന പയ്യൻ എനിക്കും ഇഷ്ടപ്പെട്ടു. ഈ തിരുമുറ്റത്തിൽ 12 ഞാൻ ഈ കല്യാണം നടത്തും. സാധ്യമല്ല.
ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ ഈ തിരുമുറ്റത്തൊരു പന്തല് ഉയരാൻ ഞാൻ സമ്മതിക്കില്ല. സുഭദ്രേ, നമുക്ക് വല്ല ഓഡിറ്റോറിയത്തിലും വെച്ച് നടത്തിയാ പോരെ? ആ ബ്രോക്കറെ, പയ്യൻ നല്ല തറവാടി ആയിരിക്കണം. ബലവേഷ് എന്നാ ഇത് നോക്ക്. ആ കൊള്ളാം, കുഴപ്പമില്ല. തറവാട് എങ്ങനെ? വലിയ തറവാടിത്തമില്ലെങ്കിലും തള്ള നല്ല ഒന്നാന്തരം തറവായാടിയാണ്. പിന്നെ തന്തയുടെ സ്വഭാവം വെച്ച് നോക്കുമ്പോൾ നിങ്ങൾ ഈ ബന്ധത്തിന് അങ്ങ് സമ്മതിക്കും. ആട്ടെ, തന്തയ്ക്ക് എന്താ ജോലി? തന്ത ഇവിടെ ഇല്ലെന്ന്. എന്താ പുറത്താണോ? അല്ല, അകത്താ. ഒരു പീഡനക്കേസിൽ പുള്ളി അകത്തായി പോയി. ബ്രോക്കറെ, ആ പേടിക്കണ്ടെന്ന്. കല്യാണ തലേന്ന് നമുക്ക് ജാമ്യത്തിൽ ഇറക്കാം. കല്യാണം കഴിഞ്ഞിട്ട് കക്ഷി തിരിച്ചങ്ങ് ജയിലിൽ പൊക്കോളും. അത് വേണ്ട, അത് വേണ്ട, വേണ്ട. വേണ്ടെങ്കി വേണ്ട. അത്രയ്ക്ക് ഇഷ്ടമാണെങ്കിൽ കക്ഷിയെ ഇവിടെ തന്നെ അങ്ങ് തീറ്റി പോറ്റിക്കോ. അതല്ല, ഈ ബന്ധം വേണ്ടെന്ന്. അതൊക്കെ പോട്ടെ, ഈ പെൺകുട്ടി എവിടെ? കണ്ടില്ലല്ലോ. അവള് കുളിച്ചുകൊണ്ട് നിൽക്കുകയാ. വിളിക്കണോ? അയ്യോ, അത് വേണ്ട. ഞാൻ അങ്ങോട്ട് പോയി കണ്ടോളാം. അത് വേണ്ട. ബ്രോക്കറെ, ഏ? പോയിട്ട് വേറെ ദിവസം വന്നാൽ മതി. ആ. സുഭദ്രേ, ഞാൻ ബ്രോക്കറുടെ പുറത്ത് വണ്ടി കയറ്റിയിട്ട് വരാം. ഏ? കഥ അടച്ചേക്ക്, അല്ലെങ്കിൽ ഇനിയും ഇതുപോലെ പല തെണ്ടുകളും കയറി വരും. അയ്യോ, രാഘവേട്ടൻ. അതേടി രാഘവേട്ടൻ. വരുന്ന വഴിക്ക് നിന്റെ അച്ഛനെ ഞാൻ കണ്ടിരുന്നു. അയ്യോ, അച്ഛനും രാഘവേട്ടനും തമ്മിൽ എന്തെങ്കിലും സംഭവിക്കുമായിരുന്നു. നിന്റെ അച്ഛനെ കണ്ടപ്പോൾ എന്റെ കയ്യിലിരുന്ന കഠാര ഞാൻ വലിച്ചൂരി. രാഘവേട്ടാ, എന്നിട്ട് ഞാനൊരു കടയുടെ മറവിൽ പോയി ഒളിച്ചിരുന്നു. നിന്റെ അച്ഛൻ പോയതിനു ശേഷം മാത്രമാടി ഞാൻ ഇങ്ങോട്ട് വന്നത്. ആട്ടെ, ചേട്ടന്റെ ജോലിക്കാര്യത്തിൽ എന്തെങ്കിലും തീരുമാനമായോ? അങ്ങനെ അതിനൊരു തീരുമാനമായി. ഈശ്വരാ, നീ എന്റെ പ്രാർത്ഥന കേട്ടു. ശരിയാ, നിന്റെ പ്രാർത്ഥന കേട്ടു. എന്നെ ജോലിയിൽ നിന്നും പിരിച്ചു വിട്ടു. ആട്ടെ, ഇപ്പോ ഈ വരവിന്റെ ഉദ്ദേശം പറയാം. എന്റെ ശ്രീദേവി ഒന്ന് കാണാൻ. എന്റെ രാഘവേട്ടനെ കാണാൻ. എന്നെ കാണാൻ? എന്റെ രാഘവേട്ടനെ കാണാൻ. രാഘവട്ടനെ കാണാൻ? എത്ര സുന്ദരനാ രാഘവേട്ട. രാഘവേട്ട, കുണ്ടു പട്ടിക്കാലത്ത്, അല്ല പണ്ട് കുട്ടിക്കാലത്ത്, ആ കാണുന്ന കായൽ തീരത്തുകൂടി ശംഭുവും വെച്ച് കക്കയും കല്ലും പിറക്കി പൂഴിമണ്ണിൽ കളിവീടുണ്ടാക്കി ലോറിയും കാറും വെച്ച് കളിച്ചു നടന്ന ആ പഴയ കുട്ടിക്കാലം. എന്താ രാഘവേട്ട ആലോചിക്കുന്നേ? ഇതൊക്കെ എന്നാ ചുമ്മാ കള്ളത്തരം പറയാ. ഒന്ന് പോടി അവിടുന്ന്. രാഘവേട്ടൻ ഒന്ന് ഓർത്തോ, ഈ വരുന്ന കന്നിമാസത്തിൽ എന്റെ കഴുത്തിൽ താലി കെട്ടിയില്ലെങ്കിൽ ആ നിമിഷം ഞാൻ ഒരു മുഴം കയറെടുത്ത് ഈ വീടിന്റെ ഉത്തരത്തിലോ മച്ചിലോ കെട്ടി. അരുത്, എന്റെ ശ്രീദേവി കുട്ടിയെ വേഗം കാണിക്കരുത്. ഊഞ്ഞാല് കെട്ടി ആടാനും ഞാൻ മടിക്കില്ല. ശ്രീദേവി, ഛെ, വീട് രാഘവേട്ട, ആരെങ്കിലും കാണുമെന്ന്. വീട് അമ്മ അകത്തുണ്ട്. അമ്മയ്ക്ക് കത്തുണ്ടോ? വേണ്ട രാഘവേട്ട, വണ്ടിക്കാശ് മുതലാക്കണ്ട. വെച്ചെറിയാൻ രാഘവ, നല്ല ചീത്തപ്പേരിലെ കുടുംബമായത്. ഇതാരെങ്കിലും കണ്ടാൽ മേലാളി പൂമുഖത്ത് വെച്ച് ഇത് ആവർത്തിക്കരുത്. അമ്മേ, അകത്ത് റൂമുള്ള കാര്യം എന്റെ മകൾ മറക്കേണ്ട. രാഘവ, നീ ഇന്ന് ക്ലാസ് എടുക്കാൻ പോയില്ലേടാ? ഓ, ഒരു ദിവസം ക്ലാസ് എടുത്തില്ലെന്നും പറഞ്ഞ് മാനമൊന്നും ഇടിഞ്ഞു വീഴാൻ പോകുന്നില്ലല്ലോ. അതുകൊണ്ടല്ല, നീ ചെന്ന് ക്ലാസ് എടുത്ത് കഴുകി കൊടുത്തെങ്കിലേ ഇവിടുത്തെ അടുപ്പിൽ തീ പുകയൂ. അതുകൊണ്ട് പറഞ്ഞു. അയ്യോ, അമ്മാച്ചനാണെന്ന് തോന്നുന്നു. അമ്മാച്ചനോ? അയ്യോ അല്ല അമ്മേ, അച്ഛനാണെന്ന് തോന്നുന്നു. പേടിക്കണ്ട, ഞാൻ കരുതിക്കൂട്ടി തന്നെയാ വന്നിരിക്കുന്നത്. രണ്ടിലൊന്ന് എനിക്കിന്നറിയണം. എവിടെ പോകുന്നു? കഥക് തുറക്കാൻ. കഥകിപ്പോ തുറക്കണ്ട. കാരണം ഒളിച്ചിരിക്കാൻ ഒരു തലം പറഞ്ഞതാ തള്ളേ. സുഭദ്രേ, സത്യം മാത്രമേ പറയാവൂ. എല്ലാം ഞാൻ അറിഞ്ഞു കഴിഞ്ഞു. ഇനി ഒന്നും എന്നിൽ നിന്ന് മറച്ചു വെക്കണ്ട. പറയടി, എന്റെ പോക്കറ്റിൽ കിടന്ന ചീപ്പ് എവിടെ? അയ്യോ, എന്ത് പറ്റി മോളെ? ദേ നമ്മുടെ മകൾ. സുഭദ്രേ, പേടിക്കാൻ ഒന്നുമില്ല. വായുവിന്റെ അല്ല അച്ഛ, രാഘവന്റെയാ. മോളെ,
അതെ അച്ഛൻ, എന്റെ കുഞ്ഞിന്റെ വയറ്റിൽ ഒരച്ഛന്റെ തല വളരുന്നു. മോളെ, നീ ഈ അമ്മയെ കടത്തി വെട്ടി അല്ലേടി? സുഭദ്രേ, നീ നിന്റെ മകളെ വിളിച്ചുകൊണ്ട് അകത്തേക്ക് പൊടി. പോയില്ലെങ്കിൽ തൃപ്തിയായി ഗോപേട്ട. അമ്മാവാ, തൊട്ടു പോകരുത്. തൊട്ടാൽ തട്ടും. ദേ തൊട്ടു. ദേ തട്ടി. മോളെ, തറയിൽ വെച്ചാൽ മണ്ണ് പറ്റും, തലയിൽ വെച്ചാൽ എണ്ണ പറ്റും എന്ന രീതിയിൽ വളർത്തി വലുതാക്കിയ മോള. എന്നിട്ടിപ്പോ അതിനെന്താ, ഇപ്പോൾ പറ്റേണ്ടത് പറ്റേണ്ടടത്ത് തന്നെ പറ്റി. രാഘവ, ഈ വരുന്ന കന്നിമാസത്തിൽ നീ ഇവളുടെ കഴുത്തിൽ താലി കെട്ടണം. സാധ്യമല്ല. എന്തുകൊണ്ട്? അത്രയും നീട്ടിക്കൊണ്ടു പോകണോ? ചിങ്ങത്തിലാകരുതോ? പക്ഷേ ഒരു കണ്ടീഷൻ, ഈ നിമിഷം നിങ്ങൾ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിത്തരണം. സുഭദ്രേ, എടുക്കാനുള്ളതെല്ലാം എടുത്തോളൂ. ഇനി ഒരു നിമിഷം പോലും ഇവിടെ നിൽക്കണ്ട. മോനെ, ഇതാ ഇത് പിടിക്ക്. എന്താ ഇത്? മാസപ്പിരിവുകാരുടെയും ആഴ്ചയിൽ പിരിക്കാൻ വരുന്ന അമ്മാച്ചിമാരുടെയും കാർഡ്. പറ്റുമെങ്കിൽ ഇത് നീ അടച്ചു തീർക്കണം. ദാ, ഇതുകൂടി പിടിച്ചോളൂ. എന്താ ഇത്? ഈ വീടിന്റെ താക്കോൽ. ഇനി എന്റെ മരുമകൻ വേണം ഈ വീടിന്റെ മാസാമാസമുള്ള വാടക കൊടുക്കുവാൻ. എന്താ, തൃപ്തിയായില്ലേ എന്റെ മരുമകന്? സുഭദ്രേ, വരൂ, നമുക്ക് ഇറങ്ങാം. മോനെ, പോകുന്നതിന് മുമ്പ് മറ്റൊരു സത്യം കൂടി നീ അറിയണം. എന്തു സത്യം? ഇവൾക്ക് ജനിക്കാൻ പോകുന്ന ഈ കുഞ്ഞ് തമിഴാണ് സംസാരിക്കുന്നതെങ്കിൽ ആ കുഞ്ഞിനെ ഇവിടെ പിരിവിന് വരുന്ന അണ്ണാച്ചിമാർക്ക് കൊടുത്തേക്കണം. പറ്റുമെങ്കിൽ പേരിന്റെ കൂടെ മുനിയാണ്ടി കൂടി ചേർക്കണം. അതെന്തിനാ അച്ഛാ? സ്കൂളിൽ ചേർക്കുമ്പോൾ അച്ഛന്റെ പേരിനാണ് ആ പ്രാധാന്യം. കടവുളേ കാപ്പാത്തിങ്കോ.